നൈജീരിയ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നതിൽ ആശങ്ക അറിയിച്ച് ലയോ 14 പാപ്പ. റോമിന് പുറത്ത് കസ്തേൽ ഗെന്തോൾഫയിലുള്ള വില്ല ബാർബരീനി എന്ന തന്റെ വേനൽക്കാല വസതിയിൽ നിന്ന് നവംബർ 18 ചൊവ്വാഴ്ച വൈകുന്നേരം തിരികെ വത്തിക്കാനിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി തന്നെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് നൈജീരിയയിലെ പീഡനങ്ങളും ഉക്രൈനിൽ തുടർന്ന യുദ്ധവും തുടങ്ങി അമേരിക്കയിൽ കുടിയേറ്റക്കാർ നേരിടുന്ന പ്രതിസന്ധികൾ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പാപ്പ സംസാരിച്ചത്. നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെ പീഡനങ്ങൾ നടക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി അവിടെ ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും സാമ്പത്തിക കാരണങ്ങളാലും ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണത്തിന്റെ പേരിലും കൊല്ലപ്പെടുന്നുണ്ടെന്നത് എടുത്തു പറഞ്ഞു. രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ കൂടി കണക്കിലെടുത്ത് സർക്കാരും മറ്റ് സമൂഹങ്ങളും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതിന്റെ പ്രാധാന്യവും പാപ്പ ഓർമ്മിപ്പിച്ചു. In Nigeria, in certain areas, there is certainly danger for Christians, but for all people, Christians and Muslims have been slaughtered. There's a question of terrorism. There's a question of that has to do a lot with economics, if you will, and control of the lands that they have. Unfortunately, many Christians have died, and I think it's very important to seek a way with the government, with all peoples, to promote authentic religious freedom. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിനായി ബുധനാഴ്ച തുർക്കിയിൽ വെച്ച് സംവാദങ്ങൾ നടക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഉക്രൈന്റെ ചില പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ പാപ്പ അത് ആ രാജ്യമാണ് തീരുമാനിക്കേണ്ടതെന്നും എന്നാൽ വെടിനിർത്തൽ ഇനിയും നടപ്പിലാകുന്നില്ലെന്നതും പറഞ്ഞു. പ്രദേശത്ത് അനുദിനം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നാം സമാധാനത്തിനായുള്ള പരിശ്രമങ്ങൾ തുടരണമെന്നും ഓർമ്മിപ്പിച്ച പാപ്പ വെടിനിർത്തലും തുടർന്ന സംവാദങ്ങളും ഉണ്ടാകേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള കൂട്ട കുടിയൊഴിപ്പിക്കലിനെതിരെ അവിടുത്തെ മെത്രാൻ സമിതി പുറത്തിറക്കിയ അജപാലന രേഖയെക്കുറിച്ച് പരാമർശിച്ച പാപ്പ അത് ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് അഭിപ്രായപ്പെട്ടു. എല്ലാ മനുഷ്യരെയും മാനവികതയോടെ പരിഗണിക്കേണ്ടതിന്റെ പ്രാധാന്യവും പാപ്പ എടുത്തു പറഞ്ഞു. എല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായ അതിർത്തികളും അവിടെ ആര് പ്രവേശിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഓരോ രാജ്യങ്ങൾക്കും തീരുമാനിക്കാനുള്ള അവകാശവും ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ എന്നാൽ അമേരിക്കയിൽ നിയമവിരുദ്ധമായി എത്തിയിട്ടുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നീതിന്യായ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങളുണ്ടെന്ന കാര്യവും ഓർമ്മിപ്പിച്ചു. കേരളവാണി ന്യൂസ്, കൊച്ചി.